കേരളത്തിൽ കോൺഗ്രസ്സുകാർ വലിയ പ്രതീക്ഷയോടുകൂടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് വന്ന് കേരളത്തിൽ പറയുകയാണ്, അതും പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പിണറായി തന്നെ 3-ാം വട്ടം അധികാരത്തിൽ വരും. KC വേണുഗോപാല് എന്താണ് റൗഡിയാണ്, ഗുണ്ട. ഇതൊക്കെ കോൺഗ്രസ്സിലാകാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കോൺഗ്രസ്സിൽ എന്തും ആകാം. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അതെ, ഇത് പിന്നെ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരൂരിലാണ്. ഇതിപ്പം മണിശങ്കറിലേക്ക് വന്ന ആരാണ് ഈ മണിശങ്കർ അയ്യർ? അതിലേക്ക് നമുക്ക് വരാം അല്ലേ. മണിശങ്കർ അയ്യർ എല്ലാ കാലത്തും ഇതുപോലത്തെ ചില ഗോഷ്ഠികളും ഇതുപോലത്തെ ചില വെട്ടിലാക്കൽ പ്രസ്താവനകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ളവർ ഇദ്ദേഹത്തിനെ പൂർണ്ണമായും ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കണ്ട ഭാവം പോലും നടിക്കാറില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടെയാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ നല്ല ഉഗ്രം വിരട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. KC വേണുഗോപാലിന്റെ സ്വഭാവം വെച്ചിട്ട് ഇനി അടിക്കാൻ കൂടെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ അതുകൊണ്ടായിരിക്കും ഗുണ്ട എന്ന് പറഞ്ഞതെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടിയും കൂടെ കൊടുത്തളേ. ഇപ്പൊ പിന്നെ ആ സ്വഭാവം ഉണ്ടോയെന്നറിയില്ല. പണ്ട് സ്പോർട്സ്മാനാണ് അദ്ദേഹം. നല്ല കായിക ബലമൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പം ഇതുപോലത്തെ ചില പ്രയോഗങ്ങളുണ്ട്. അപ്പം ഇനി അതും കൂടെ ഇദ്ദേഹത്തിന് കിട്ടിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിന് പുറമെ VD സതീശനിട്ടും ഒരു താങ്ങ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ശശി തരൂരിന് അതിനേക്കാൾ വലിയൊരു താങ്ങ് കൊടുത്തു. അത് ഇദ്ദേഹത്തിന് അസൂയ വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഡൂൺ സ്കൂളിൽ രാജീവ് ഗാന്ധിയുടെ സീനിയറായിരുന്നു. രാജീവ് ഗാന്ധിയേക്കാൾ മുമ്പേ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഇവർ സീനിയർ ചേട്ടനാണ് രാജീവ് ഗാന്ധിയുടെ, മണിശങ്കർ അയ്യർ. അപ്പോൾ ഇദ്ദേഹം അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് IFS കിട്ടി, ഇന്ത്യൻ ഫോറിൻ സർവീസ്. അങ്ങനെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ ഒത്തിരി കാലം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ പദവിയിൽ അദ്ദേഹം സ്ഥാനപതിയുടെ ഏതാണ്ട് ഇതുപോലത്തെ ഒരു പദവിയിൽ കുറേ നാൾ ഇരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് 1982 തിരിച്ചു വന്നു. അപ്പോൾ 84 തിരിച്ചു വന്നപ്പം ഇവിടെ 82-84 ഇവിടെ എക്സ്റ്റേണൽ അഫയേഴ്സിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ്. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വന്നപ്പം പതുക്കെ നമ്മളെല്ലാം സ്കൂൾ മേറ്റ് ആണെന്ന് പറഞ്ഞ് പതുക്കെ അദ്ദേഹത്തോട് അടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ദൗർബല്യമുണ്ട്. സുഹൃത്തുക്കളോടും സ്നേഹം കാണിക്കുന്നവരോടൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് മമത കാണിക്കുന്നൊരു സ്വഭാവം രാജീവിനുണ്ട്. അത് മുതലാക്കി പുള്ളി കൂടെ കൂടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ വന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം സ്പെഷ്യൽ സെക്രട്ടറി പോലെ, ഈ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിൽ തന്നെ അദ്ദേഹം അവിടെ വിദേശ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നടപ്പിലാക്കുന്നതിന്, രാജീവ് ഗാന്ധിയെ സഹായിക്കുന്നതിന് പറ്റിക്കൂടി. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ നിഴലായിട്ട് നിന്നുകൊണ്ട് രാജീവ് ഗാന്ധിയെ പരമാവധി വെട്ടിലാക്കാവുന്നതെല്ലാം ചെയ്തു. അതിലൊന്നാണ് ശ്രീലങ്കയിലെ IPKF-ന് അയച്ച നടപടി. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രീലങ്കയിൽ അനാവശ്യമായി നമ്മൾ ഇടപെട്ടത് ഭൂലോക ബ്ലണ്ടറാണെന്ന് പിന്നീട് എല്ലാ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള രാഷ്ട്രീയക്കാരെല്ലാം പറയുകയുണ്ടായി. ഒരു രാജ്യത്തെ പട്ടാളത്തിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു ലിബറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു പരിപാടിക്ക് പോയി എന്നുള്ളതാണ്. ഇത് ആദ്യം തന്നെ അവിടെ പരേഡ് നടന്നപ്പോൾ തോക്കിൻ്റെ പാത്തി വെച്ചൊരുത്തൻ രാജീവ് ഗാന്ധിയുടെ തലക്കടിക്കാൻ പോയതാണ്. അദ്ദേഹം വെട്ടിമാറിയത് കൊണ്ട് അത് മുതുകിലായി പോയി, അങ്ങനെ രക്ഷപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ ദാരുണ അന്ത്യവും ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ഒരുപക്ഷെ അത് ഒരു വലിയ ബ്ലണ്ടറായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മുടെ ചരിത്രം തെളിയിച്ചു. കുറേ നാൾ നമുക്ക് രണ്ടു കൂട്ടർക്കും നമ്മളോട് മമതയില്ലാതായി. ജാഫ്നയിലെ തമിഴ് പുലികൾക്കും തമിഴ് ജനതയ്ക്കും ബന്ധമില്ല, നമ്മളോട് വെറുപ്പായി. പിന്നീട് പിന്നെ ശ്രീലങ്കൻസിനും നമ്മളോട് അതിനൊക്കെ ഒരു പ്രതിപത്തി ഉണ്ടാകുന്ന വിധത്തിലൊന്നും ഉണ്ടായുമില്ല. അപ്പോൾ ആ ഇടപാട് വളരെ മോശമായി പോയി എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ പറയുന്നുണ്ട്, നരേന്ദ്രമോദി ആയിരുന്നെങ്കിൽ അവിടെ ജാഫ്നയിൽ ഒരു പ്രത്യേക തമിഴ് പ്രദേശമെങ്കിലും ഉണ്ടാക്കാൻ അദ്ദേഹം ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തോട് ആഭിമുഖ്യമുള്ള ഒരു സർക്കാർ അവിടെ വരികയോ മിനിമം ഒരു ജാഫ്ന പ്രദേശത്തിനൊരു
പ്രത്യേക പദവി കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യിക്കാനൊക്കെ നോക്കുകയൊക്കെ PKF വിട്ടതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ പരസ്പരം വെടിവെച്ച് അവരെ വെടിവെച്ച് കൊല്ലുകയല്ല ഇപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞ് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് ഒരു ഇന്റർമീഡിയറി ആയി നിന്നുകൊണ്ട് തമിഴ് ജനതയുടെ സംസ്കാരവും പിന്നെ ശ്രീലങ്കൻ ജനതയുടെ സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് ജാഫ്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നിങ്ങൾ അവർക്ക് ഒരു പ്രത്യേക അധികാരമുള്ള പ്രദേശമായി വിട്ടു കൊടുത്തിട്ട് ബാക്കി നിങ്ങളും നോക്കി ഒക്കെ പോകാൻ പറഞ്ഞൊരു ഇന്റർമീഡിയറി ആവാനായിട്ട് ഉള്ള ഒരു സന്ദർഭമായിരുന്നു ഇന്ത്യ നഷ്ടപ്പെടുത്തിയതെന്നാണ് പൊതുവെ പറയുന്നത്. എങ്കിൽ ഇന്ന് വേറെ ഒരു വിധത്തിലായിരുന്നതിന് ഇന്ത്യ ശ്രീലങ്ക ബന്ധം പോകുക, എപ്പോഴും ഈ ശ്രീലങ്കയുടെ ഒരു ഭാഗം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതിന് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇന്ത്യക്ക് കൈ കിട്ടിയതിന്. ജാഫ്ന ഉൾപ്പെടെ ആ പ്രദേശം കിട്ടിയാലേ ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ നമുക്ക് വേറൊരു താവളം കിട്ടുന്നതിന് തുല്യമാണ്. അത്തരമുള്ള ഒരുപാട് വീക്ഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കളഞ്ഞു കുളിച്ചു. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നമാക്കി അതിനെ കൊണ്ടുപോകുന്നതിൽ മിടുക്കനായിട്ട് നിന്നത് മണിശങ്കര അയ്യരാണ്. അദ്ദേഹത്തിന് തലയ്ക്കടി കിട്ടാൻ പോയതും തോളി കിട്ടിയതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ദാരുണ അന്ത്യത്തിനുമൊക്കെ കാരണമാക്കിയത് ഇത്തരം ചില പ്രയോഗങ്ങളാണ് എന്നുള്ളതാണ് പൊതുവെ വീക്ഷിക്കപ്പെടുന്നത്. ഈ മണിശങ്കര അയ്യർ എന്നിട്ടും കോൺഗ്രസ്സുകാർ ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ. അത് ഈ ന്യൂസൻസ് വാല്യൂ ഉണ്ടാക്കാൻ അദ്ദേഹം മിടുക്കനാണ്. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സമർത്ഥനാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുമായിട്ട് കൂടിക്കൊണ്ട് നിന്നുകൊണ്ട് ചില ചേരികളെ എതിർക്കാനും അദ്ദേഹം മിടുക്കനാണ്. സോണിയോടൊപ്പം കുറേ നാൾ നിന്നു. അങ്ങനെ 2 പ്രാവശ്യം അദ്ദേഹം അത് കഴിഞ്ഞിട്ട് 89 അദ്ദേഹം രാജിവെച്ചു. ഈ IFS നിന്ന് രാജിവെച്ചിട്ട് പിന്നെ പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിനായി 91 മയിലാടുതുറയിൽ നിന്ന് DMK-യുടെ പിന്തുണയോടുകൂടി അവിടെ കോൺഗ്രസ് ജയിച്ചു. പക്ഷെ ഇതൊരു വലിയ തിരിച്ചടിയല്ലേ കേരളത്തിൽ കൊടുത്തിരിക്കുന്ന കോൺഗ്രസിന്? ഇങ്ങനെ തീർച്ചയായിട്ടും. അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പം കോൺഗ്രസ്സുകാർ തഴഞ്ഞേ. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിൽ ഇല്ലാത്ത അദ്ദേഹം അവിടെ പിന്നെ അവരുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ വരെ ഉണ്ടായിരുന്ന ആളാണ്. അല്ല, കോൺഗ്രസ്സുകാർ ഇപ്പം അവിടെ നിന്നെല്ലാം പോയി വളരെ മോശമായ വരെ എടുത്തിട്ട് അടിക്കുന്ന വിധത്തിലായിരുന്നു. ജനങ്ങൾ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയല്ലേ? അല്ല, അതാണ് പിണറായി വിജയന്റെ ബുദ്ധി. തരൂരിനെ വെച്ചിട്ട് കുറച്ച് നാള് മോദി കോൺഗ്രസ്സുകാരെ ഇട്ട് ചുറ്റിച്ചില്ലേ? ഈ തരൂരിന് പഠിക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് പലപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് പിണറായി എപ്പോഴും നോക്കുന്നത് പിന്നെ മോദി എന്തൊക്കെയാണ് കാണിക്കുന്നത്, അതിലെ ചില തന്ത്രങ്ങൾ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതിലൊന്നാണിത്. തരൂരിനെ വെച്ച് കുറേ നാൾ കോൺഗ്രസിനെ വിഷമിപ്പിച്ചു. അപ്പം അതുപോലെ ഒരു സാധനത്തിന് കിട്ടിയിരിക്കുകയാണ് മണിശങ്കര അയ്യർ. ഇതുപോലെ തന്നെ വിദേശകാര്യ ബന്ധവും ചില ഇദ്ദേഹത്തിന്റെ ഭാവം തരൂരിനേക്കാൾ വലിയ വിഷപൂരം ഞാനാണെന്നുള്ളതാണ്. അതിനാണ് ഈ തരൂരിനെ ഇടയ്ക്ക് ചീത്ത പറയുന്നത്. ഇപ്പൊ അതിനേക്കാൾ വലിയ ഇദ്ദേഹം പറയുന്നത് ചതിയനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് തരൂരിനെ. അതിനേക്കാൾ വലിയ ചതിയനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് കോൺഗ്രസ്സുകാർക്ക് പണി കൊടുത്തിരിക്കുന്നത്. PD സതീശനൊക്കെ 100 സീറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പം ചവിട്ടി താഴ്ത്തുന്ന പരിപാടിയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഇതിൽ 2 ഉദ്ദേശങ്ങൾ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത തവണ ഇനിയെങ്ങും തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിനൊരു സീറ്റ് കിട്ടിയില്ല കോൺഗ്രസിൻ്റെ കെയർ ഓഫിൽ. അപ്പോൾ DMK-യുമായിട്ടുള്ള ബന്ധം പിണറായി വിജയൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ കമലഹാസൻ്റെ കൂട്ട് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ്, അതല്ലെങ്കിൽ മയിലാടുതുറയിൽ തന്നെ അടുത്ത തവണ ഇനി മത്സരിക്കാൻ ഒരുപക്ഷെ CPM സ്വതന്ത്രനോ അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ ഒക്കെ മണിശങ്കര അയ്യരെ കണ്ടാൽ നമ്മൾ അതിശയിക്കേണ്ട. മണിശങ്കര അയ്യർ വാല് പൊക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ലക്ഷ്യമുണ്ട്. അത് യാതൊരു സംശയവുമില്ല. അതാണിപ്പം കേരളത്തിൽ വന്ന് അദ്ദേഹം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു മാർക്സിസ്റ്റ് ഗാന്ധിയനായി മാറിയത്. മാർക്സിസ്റ്റുകാരൻ മുഴുവൻ അദ്ദേഹം ഗാന്ധിയനായി കളഞ്ഞു. ഗാന്ധിയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് മാർക്സിസ്റ്റുകാരാണെന്ന് പറഞ്ഞപ്പോൾ ചില മാർക്സിസ്റ്റുകാർ തന്നെ തലകറങ്ങി ബോധം കെട്ടുകയാണെന്നാണ് കേട്ടത്. ആ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, പോക്കുകൾ. അങ്ങനെ മാർക്സിസ്റ്റുകാരെ ഗാന്ധിയനാക്കിയ ഒരു മഹാനാണ് മണിശങ്കര അയ്യർ. അതേസമയം കോൺഗ്രസ്സുകാരെ വെറും ഒറ്റുകാരും അവഹേളനക്കാരും വയക്കുകൊള്ളാത്തവരുമാക്കി മാറ്റിയിരിക്കുകയും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ നടന്നിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതും കൂടെ അദ്ദേഹം ഇതുപോലെ മണിശങ്കര അയ്യരിലൂടെ സ്ഥാപിച്ചെടുക്കും. അദ്ദേഹത്തിന് പറയാനുള്ളത് മണിശങ്കര അയ്യർ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അത് പതിയാൻ കൂടുതൽ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ തന്ത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.